അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാത്രി വിധി എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുത്തത് പ്രവീൺ സാറിന്റെ റിസോർട്ടിൽ വെച്ച റിസോർട്ടിന്റെ പേര് അൽസിയോൺ എന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പുതിയ ആൾക്കാരാണ് ഇപ്പോൾ നമ്മളൊപ്പം വന്നത്. നിങ്ങളെ പേര് പറയും? റെജി, സ്നിജേഷ്, വിനു, മണി, സൗജത്ത്. അപ്പോൾ ഇവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് നിങ്ങൾ പറയും. നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. പുതിയൊരു അനുഭവമായിരുന്നു. ഉച്ച മുതൽ തുടങ്ങിയതാണെങ്കിലും പുതിയൊരു അനുഭവം ഉണ്ടായി. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷമാണ്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവാം. അത് തുടക്കം എന്ന രീതിയിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ബിനു. നമസ്കാരം, എൻ്റെ പേര് ബിനു. ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയ ഇതിലാണെങ്കിലും അഭിനയിക്കാൻ കഴിഞ്ഞത്. രാം സാറിൻ്റെ കൂടെ ആയിട്ട് തന്നെ ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല രീതിയിൽ ഇത് വിജയിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം, സ്നിജേഷ്. എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഷോർട്ട് ഫിലിം മാത്രമല്ല ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും എല്ലാവരും ഷിഹാബിന് പ്രത്യേക സപ്പോർട്ടിനായി നന്ദി പറയുകയാണ്. ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ ഒരു നായകവേഷം തന്ന എന്നിൽ വിശ്വസിച്ച എനിക്ക് കോൺഫിഡൻസ് തന്ന ഷിഹാബിനോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് ക്രൂ മെമ്പേഴ്സ് ഇതിലുള്ള 90% പേരും എൻ്റെ നാട്ടുകാരാണ്. അതുകൊണ്ടൊരു പുതിയ ടീമിലൂടെ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾ ആസ്വദിച്ചാണ് ചെയ്തത്. ഷിഹാബിനും ടീമിനും, ഷിഹാബ് സാറിനും ടീമിനും എല്ലാവിധ ആശംസകളും. ഓക്കെ, അടുത്ത മണി. നമസ്കാരമുണ്ട്, എൻ്റെ പേര് മണി. ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ക്യാമറത്തിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഷിഹാബ് സാറിൻ്റെ നല്ലൊരു മനസ്സുകൊണ്ട് എനിക്ക് ഈ ക്യാമറയിൽ ഈ സിനിമയിൽ ഈ രാത്രി വിധി എന്ന സിനിമയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എല്ലാം നല്ലൊരു വിജയമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൗജത്ത്. മുട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റായിട്ടാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും കുറേ ഷിഹാബ് സാർ പറഞ്ഞുകൊണ്ട് കുറച്ച് നായികയായിട്ട് വന്നിട്ട് ഏറ്റവും സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, പിന്നെ ഇതില് നമ്മളെ ശ്രീത് ഭായ് ഇതിലൊരു ഗസ്റ്റ് റോളാണ് ചെയ്തത്. ഞാന് സത്യം പറഞ്ഞ രാത്രി ഇതിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എന്നെ കുറച്ച് തിരക്കും കാര്യം ആയതുകൊണ്ട് പുള്ളി ഇത് പുതുമുഖർക്കൊരു ചാൻസ് കൊടുത്തു. നന്നായി സന്തോഷം. എന്നാലും ഇതിനകത്ത് ഞാനൊരു ഗസ്റ്റ് റോൾ ചെയ്യാൻ പറ്റി. സന്തോഷം. ഷിഹാബിനും എല്ലാ കൂട്ടായ്മയ്ക്കും എല്ലാം സന്തോഷം. താങ്ക് യു. ഞാൻ രജിത്ത് ഷിഹാബ് ഖാൻ്റെ കൂടെ ഒരു 2-3 മക്കളാണ് അഭിനയിക്കുന്നത്. ഏതായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പുതിയ ആളുകൾക്ക് കിട്ടിയിട്ട് പരിചയക്കാരൻ്റെയാണ്. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. രാത്രി പിടിക്കുന്ന ചെറിയൊരു ഷോർട്ടിൽ എല്ലാവരും കാണണം. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒരു കാര്യം പറയാം. ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ പേരാണ് ഓപ്പറേഷൻ എക്സ് അല്ലേ? ഓക്കെ, സാറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. പുള്ളിയാണ് നല്ല കഥയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പറയേണ്ടതില്ല, രാമനുണ്ണിയാണ്. പിന്നെ ഷിഹാബിൻ്റെ കൂടെ ഒരു വർക്കിൽ അഭിനയിക്കാതെ പിന്നണിയിൽ പ്രവർത്തിച്ച ആദ്യത്തെ വർക്കാണ്. അതും എൻ്റെ സമയക്കുറവ് മൂലം കുറച്ച് വൈകിയാണ് എത്തിയെങ്കിലും എൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി. എല്ലാവരും കണ്ട അഭിപ്രായമായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറക്ടർ ഷിഹാബിൻ്റെ കൂടെ ഒരുപാട് ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം വളരെ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും നല്ലൊരു വിജയത്തിലേക്ക് എത്തും. ഒരു പക്ക കോമഡി ചിത്രമാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. കോമഡി ചിത്രം തന്നെയാണ്. എന്നാലും രാത്രി വിധി എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ശ്രീ സുഹാബ് സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച ഈ രാത്രി വിധിയിൽ. ഇതിൽ അഭിനയിച്ചപ്പോൾ എന്നൊരു ജീവൻ കിട്ടിയ പോലെ തോന്നുന്നു. എല്ലാവിധ ഭാവങ്ങളും ഞാൻ പുള്ളിക്ക് വേണ്ടി നേരിടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷിഹാബ് സാറിൻ്റെ കൂടെ 3ാമത്തെ ഷോർട്ട് ഫിലിമാണ് അഭിനയിക്കുന്നത്. സാറിൻ്റെ എല്ലാ സപ്പോർട്ടും കാരണം ഞങ്ങൾക്ക് നന്നായിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. സന്തോഷ്. എൻ്റെ പേര് സന്തോഷ്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത്. ഷിഹാബ് സാറിൻ്റെ ഡയറക്ഷനിൽ
ഫസ്റ്റ് അഭിനയിച്ച സിനിമയുടെ പേര് അഭിനയിച്ചത് സ്വർണ്ണമൂല്യമാണ്. ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം സ്വർണ്ണമൂല്യം എന്ന് പറയുന്ന ചിത്രത്തിൽ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പടം ചെയ്യുന്നത്. അത് നമ്മുടെ രഞ്ജിത്ഭായിയാണ് അത് സ്റ്റോറി ചെയ്ത് സ്വർണ്ണമൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും രാത്രി വിധിയുടെ